ബാലരാമപുരത്തെ ഗോപൻ സ്വാമിയുടെ മരണവുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ നിൽക്കുമ്പോൾ ആ വിവാദങ്ങളിൽ അദ്ദേഹത്തെ അപായപ്പെടുത്തിയതാണോ എന്ന സംശയം പല കോണുകളിൽ ഉയരുമ്പോൾ അങ്ങനെയല്ല, അവിടെ സമാധി ചടങ്ങുകൾ നടക്കുമ്പോൾ ചുറ്റുവട്ടത്തുള്ള ആളുകൾ കണ്ടിരുന്നു എന്നാണ് മൂത്ത മകൻ സനന്ദൻ പറയുന്നത്. ഇവിടെ പുല്ലുവെട്ടാൻ വന്ന ആളുകൾ, ആടിനെ കെട്ടാൻ വന്ന ആളുകൾ, അവരൊക്കെ കണ്ടിരുന്നു. അതെ കണ്ടിരുന്നു. അതായത് എല്ലാ ദിവസവും രാവിലെ ഇവിടെ പശു കെട്ടാനായിട്ട് അച്ഛൻ സമാധി ഇരിക്കുന്ന അല്ലെങ്കിൽ ധ്യാനത്തിനിരിക്കുന്ന ആ സൈഡ്, വലത് സൈഡിൽ അവിടെ പുല്ല് പറിക്കാൻ ആൾക്കാർ വരും, ആട് കൊണ്ട് കെട്ടാൻ ആൾ വരും, പശു കൊണ്ട് കെട്ടാൻ ആൾ വരും. അതേപോലെ തന്നെ കോവിലിൻ്റെ ഫ്രണ്ടിലും കുറച്ച് സ്ഥലങ്ങളുണ്ട്, അവിടെ എരുമ, പശു ഇതിനെല്ലാം കൊണ്ട് കെട്ടാൻ ആൾക്കാർ വരുമായിരുന്നു. അപ്പോൾ നിങ്ങൾ ഈ ചടങ്ങ് നടത്തുമ്പോൾ എന്താണ് എന്ന് അവർ ചോദിച്ചിരുന്നോ? എന്താണോ ഒന്നും ചോദിച്ചിട്ടില്ല. ഞങ്ങൾ പറയാനായിട്ട് ആഗ്രഹിച്ചിട്ടുമില്ല. അപ്പോൾ അവരിത് അറിഞ്ഞിട്ടില്ല. അവരറിഞ്ഞിട്ടില്ലെന്ന് ഞങ്ങൾ, അതായത് അച്ഛൻ മരിച്ചുവെന്നും മരണച്ചടങ്ങുകളാണ് ഇവിടെ നടക്കുന്നതെന്നും ചുറ്റുവട്ടത്ത് പുല്ലുവെട്ടാനും പശുവിനെ കെട്ടാനും ഒക്കെ വന്ന ആളുകൾ അറിഞ്ഞിട്ടില്ല എന്നല്ലേ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം? ഇപ്പോൾ അച്ഛൻ എൻ്റെ അടുത്ത്, അനിയൻ്റെ അടുത്തും എല്ലാവരുടെ അടുത്തും പറഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അച്ഛൻ സമാധി ആവണ സമയത്ത് ഇത് നമ്മുടെ മക്കൾ, ഇത് നമ്മുടെ ചുറ്റുപാട് നല്ല ശത്രുക്കളാണ്. അതുകൊണ്ട് ഞങ്ങൾ ഇത് മറ്റുള്ളവർ ആരെടുത്തും നിങ്ങൾ എന്നെ കാണിക്കുകയും വേണ്ട. ഇതിൻ്റെ ചടങ്ങുകൾ നടക്കുന്ന സമയത്ത് നിങ്ങൾ തന്നെ ചടങ്ങുകൾ നടത്തണം. ഈ ചടങ്ങുകളെല്ലാം നടത്തിയതിന് ശേഷം മറ്റുള്ളവരോട് നിങ്ങൾ അറിയിക്കുകയോ എന്തോ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അറ പൊളിക്കണം എന്നതാണ് പോലീസിൻ്റെ ആവശ്യം. അത് പൊളിക്കുകയാണെങ്കിൽ എന്തായിരിക്കും നിങ്ങളുടെ സമീപനം? അറ പൊളിക്കുന്നത് കാര്യം അത് ഞങ്ങളിപ്പോൾ അതിനെക്കുറിച്ച് എന്ത് പറയണമെന്ന് ഞങ്ങൾക്കറിയില്ല. അത് പിന്നത്തെ കാര്യം. ഇപ്പോൾ മീഡിയയിൽ തെറ്റായിട്ടുള്ള പ്രചരണം, അത് അറ പൊളിക്കുന്നതിൽ നിങ്ങൾക്ക് എതിർപ്പുണ്ടോ? ഞാനിപ്പോൾ ഒന്നും പറയുന്നില്ല. ഞങ്ങൾ ചെയ്തിട്ടുള്ള കാര്യം സത്യസന്ധമായിട്ടാണ് ഞങ്ങൾ ചെയ്തിട്ടുള്ളത്. ബാക്കിയുള്ളത് കാര്യങ്ങൾ ഇപ്പോൾ അത് പറയണില്ല. അതിൽ നിങ്ങളുടെ സ്റ്റാൻഡ് അറിയാൻ വേണ്ടിയാണ്. അച്ഛനെ നിങ്ങൾ പറയുന്ന അനുസരിച്ച് അച്ഛനെ സമാധിയിരിക്കുന്ന സ്ഥലമാണ്. അവിടെ സ്വാഭാവികമായിട്ടും പോലീസിനും നാട്ടുകാർക്കും പലവിധ സംശയങ്ങളുണ്ട്. അത് പൊളിച്ച് പരിശോധിച്ച് പോസ്റ്റ്മോർട്ടം നടത്തേണ്ടി വരും. അതിനോട് നിങ്ങൾ സഹകരിക്കും? ഇതിപ്പോൾ എന്ന് പറഞ്ഞാൽ സന്യാസി വര്യന്മാർ സമാധിയാവണ സമയത്ത് ഇങ്ങനെ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ഒരു വാക്ക് അതിൽ പറഞ്ഞത് തന്നെ തെറ്റ് തന്നെയാണ്. എനിക്കിപ്പോൾ എനിക്കെങ്ങനെ ഇത് കറക്റ്റായിട്ട് ഇതിൻ്റെ കാര്യങ്ങൾ എനിക്ക് സംസാരിക്കാൻ അറിഞ്ഞുകൂടെ. ഇത് അനിയൻ വരുമ്പോൾ കറക്റ്റ് കാര്യങ്ങളായിട്ട് സംസാരിക്കും. പിന്നെ ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ സത്യസന്ധമായിട്ട് ഞങ്ങൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഒരു മീഡിയ ചാനലിലും ഇതുവരെയ്ക്കും ഇട്ടിട്ടില്ല. അത് സത്യമുള്ളൊരു കാര്യമാണ്. ഇനി എനിക്ക് പറയാനുള്ളതെല്ലാം പറയാൻ നമ്മളിടും. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ സംസാരിക്കുന്നത്. അച്ഛൻ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, നടന്ന് പോയി സമാധി ഇരുന്നു എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയി ഇരിക്കാൻ അദ്ദേഹത്തിന് ആരോഗ്യപരമാരണങ്ങൾ കഴിയില്ലായിരുന്നു എന്ന് പറയുന്നുണ്ട്. അത് ശരിയാണോ? ഇപ്പോൾ വയസ്സാകുമ്പോൾ എല്ലാവർക്കും എന്താ പറയുക, എണീറ്റ് സ്പീഡായിട്ട് നടക്കാൻ പറ്റാത്തതാവും. പിന്നെ അതൊക്കെ സ്വാഭാവികമാണ്. ഇവിടെ ക്ഷേത്രം നട തുറക്കാതിരുന്നിട്ട് ഏകദേശം 3 വർഷമായി. അച്ഛൻ്റെ എന്താ പറയുക, ആ പ്രായം ചെന്നതിൻ്റെതും നടക്കാനായിട്ടുള്ള ഓരോ ബുദ്ധിമുട്ടും കാരണം അച്ഛൻ ക്ഷേത്രത്തെ തുറക്കാണ്ടായി എന്നുള്ളതേ എനിക്ക് പറയാനുള്ളൂ. അച്ഛന് നടന്ന് അവിടെ പോയിരിക്കാനുള്ള ആരോഗ്യം ഉണ്ടായിരുന്നു. അച്ഛൻ ഇവിടെ അനിയൻ നട തുറക്കുന്ന സമയത്ത് ക്ഷേത്രത്തിനകത്ത് ദീപാരാധന ചെയ്യാനായിട്ട് കയറി വരുമായിരുന്നു. അച്ഛൻ മരിച്ചതിന് ശേഷം നിങ്ങൾ അവിടെ കൊണ്ടുപോയി ഇരുത്തി സമാധി ചടങ്ങുകൾ നടത്തിയതാണോ, അതോ അച്ഛൻ അവിടെ പോയി ഇരുന്നതിന് ശേഷം മരിച്ചതാണോ? അച്ഛൻ അവിടെ ധ്യാനത്തിന് ഇരുന്നിട്ട് അവിടെ ഇരുന്ന് സമാധി ആയത് തന്നെയാണ്. പോലീസിന് നിങ്ങൾ കൊടുത്ത മൊഴി അങ്ങനെ തന്നെയാണോ? അങ്ങനെ തന്നെയാണ് ഞങ്ങൾ കൊടുത്തിട്ടുള്ളത്. ഇതിലിപ്പോൾ നേരത്തെ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞങ്ങളുടെ ബന്ധുക്കളാണ് പോലീസിൽ പരാതിപ്പെട്ടത് എന്ന് പറഞ്ഞു. ഞങ്ങളുടെ ബന്ധുക്കൾ ഏതാണെന്ന് പോലും അതിൽ പറഞ്ഞിട്ടില്ല, പേര് പോലും പറഞ്ഞിട്ടില്ല. ഞങ്ങളറിയാതെ ഏത് ബന്ധുക്കളാണ് ഇങ്ങനെ പരാതി കൊടുത്തിട്ടുള്ളത് അത് നമുക്കറിയണം. അച്ഛനോട് ഭയങ്കര സ്നേഹമുള്ള ഏതെങ്കിലും ബന്ധുക്കളായിരിക്കും. ഒരിക്കലും അങ്ങനെ അല്ല. ഞാൻ ഇത് പറഞ്ഞു തരാം. അച്ഛൻ്റെ കർമ്മങ്ങളെല്ലാം ചെയ്ത് ഏകദേശം 3:30 മണി അത് കഴിഞ്ഞതിന് ശേഷം ഞാനും എൻ്റെ അനിയനുമാണ് അച്ഛൻ്റെ സമാധി ചടങ്ങിനെ കുറിച്ചുള്ള പോസ്റ്റ് കൊണ്ട് ഞങ്ങൾ ഒട്ടിക്കുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം രാവിലെ ഞങ്ങൾക്ക് പോലും പരിചയമില്ലാത്തതും ആയിട്ടുള്ള ആൾക്കാരാണ് ഞങ്ങളുടെ അടുത്ത്. ഒരു 10, 20, 30 ആൾക്കാർ വരും ഞങ്ങൾ അടിക്കാനായിട്ട്. സ്വാഭാവികമായും നാട്ടുകാരെ സംബന്ധിച്ച് നാട്ടുകാർക്കറിയാവുന്ന ഒരാൾ മരിച്ചു എന്ന് പോസ്റ്റർ എഴുതി ഭിത്തിയിലൊട്ടിക്കുമ്പോൾ മാത്രമാണ് അറിയുന്നത്. അപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന്
അവർക്ക് അറിയേണ്ടി വരും. നിങ്ങൾ എന്തുകൊണ്ടാണ് ബാക്കി ആരെയും അറിയിക്കാതിരുന്നത്? നമ്മളിപ്പോൾ പറഞ്ഞിട്ടില്ലേ, ഇപ്പോൾ എന്ന് പറയുമ്പോൾ ക്ഷേത്രത്തിൽ നമ്മളിപ്പോൾ ക്ഷേത്രം അവർക്ക് നാട്ടുകാർക്ക് ഇത് വിട്ടുകൊടുക്കാത്തതിൻ്റെ പ്രശ്നവും ഇതെല്ലാം പകയുമാണ്. അതൊന്നുമല്ല ചോദിച്ചത്. നമ്മുടെ നാട്ടിലൊരാൾ മരിക്കുമ്പോൾ നമ്മൾ നാട്ടുകാരെ ബന്ധുക്കളെ ഒക്കെ അറിയിക്കാറില്ലേ? എന്തുകൊണ്ടാണ് നിങ്ങൾ അത് ചെയ്യാതിരുന്നത്? സാർ, ബന്ധുക്കളെ അറിയിക്കാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ബന്ധുക്കൾ എല്ലാം ക്രിസ്ത്യൻസാണ്. അവർ പറയുന്നതിനനുസരിച്ച് ഞങ്ങൾക്ക് നിൽക്കാൻ പറ്റത്തില്ല. നമ്മുടെ ഹിന്ദു ആചാരം അനുസരിച്ചാണ് നമ്മൾ മുന്നോട്ട് പോകാനായിട്ട് തീരുമാനിച്ചുള്ളത്. അതുകൊണ്ട് പലരുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾ കേൾക്കാൻ നിൽക്കുന്നില്ല. സാർ, നാട്ടുകാർ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഫസ്റ്റിലേ ഞാൻ പറഞ്ഞായിരുന്നു, ഞങ്ങൾ നാട്ടിൽ ഞങ്ങൾക്ക് ആർക്ക് സപ്പോർട്ടുള്ള ആർക്കും. അച്ഛന് സഹോദരിയോ സഹോദരന്മാരോ മറ്റോ ഉണ്ടോ? ഇത് കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നു. കാര്യം വൈകുന്നേരം ഈ ചടങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് അന്നേരം വൈകുന്നേരം വന്നിട്ടുണ്ടായിരുന്നു. അല്ല, അച്ഛന് എത്ര സഹോദരന്മാരുണ്ട്? അച്ഛന് ഒരു അനിയുണ്ട്. അനിയൻ മരിച്ചുപോയി. പിന്നെ ഒരു ചേച്ചിയുണ്ട്. ചേച്ചിയുടെ ഭരണിയത്താണ് താമസം. ചേച്ചിയോട് പറഞ്ഞിരുന്നോ? അല്ല, ഇത് ചടങ്ങുകൾ നടത്തുന്നതിന് മുമ്പ് ചേച്ചിയോട് ആരെടുത്തും പറഞ്ഞിട്ടില്ല. ആരെടുത്തും ഞങ്ങൾ പറഞ്ഞിട്ടില്ല. അങ്ങനെ പറയണ്ടേ? ഒരു സഹോദരിയോട് സഹോദരൻ മരിക്കുമ്പോൾ പറയണ്ടേ? ഞാൻ അതാണ് സഹോദര ഞാൻ പറഞ്ഞത്. ഞാൻ പറയുകയാണ്, ഞാൻ പറഞ്ഞുതരാം. അച്ഛൻ്റെ കർമ്മം. അച്ഛൻ പറഞ്ഞ ഒരു വാക്കുണ്ട്. അച്ഛൻ പറഞ്ഞൊരു വാക്കെന്ന് പറഞ്ഞാൽ, മക്കളെ നിങ്ങളുടെ ഇത്രയും ഭാഗം ശത്രുക്കളാണ്, അതുകൊണ്ട് നിങ്ങൾ ആരെയും വിളിക്കണ്ട. എൻ്റെ കർമ്മങ്ങൾ നമ്മൾ രണ്ടുപേരും ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. രാജസ്ഥാനിൽ നിന്നല്ലേ? ഞാൻ ചോദിക്കുന്നതേ, ഇപ്പം നമ്മൾ മതവും ജാതിയൊക്കെ ഏതും ആയിക്കോട്ടെ, ഒരു സഹോദരൻ മരിക്കുമ്പോൾ സഹോദരി അറിയിക്കില്ല. സമാധിയാകുന്ന സമയത്ത് ഏകാഗ്രതയാണ് ഏറ്റവും കൂടുതൽ ആവശ്യം. നമ്മളിപ്പം ധ്യാനം ചെയ്യുമ്പോഴേ ഏകാഗ്രതയാണ് ആവശ്യം. നമ്മൾ അച്ഛൻ ഏകാഗ്രതയോടുകൂടി ഇരുന്ന് ധ്യാനിച്ചിട്ടാണ് സമാധിയിലേക്ക് തൻ്റെ പ്രാണൻ ലയിക്കുന്നത്, ഈശ്വരനിൽ ലയിക്കുന്നത്. ആ പ്രാണം എവിടെയും പോകുന്നില്ല. അമൃതകല എന്ന് പറയുന്ന ആ ഒരു സഹസ്രതല പത്മത്തിൽ അടയ്ക്കുകയാണ് ചെയ്യണം. അല്ലാതെ വായിൽ കൂടെ അങ്ങ് പോവുകയല്ല പ്രാണൻ. അതാണ് മരിച്ചതിന് ശേഷം, അല്ലെങ്കിൽ നിങ്ങളുടെ വാക്കിൽ പറഞ്ഞാൽ സമാധി ആയതിനു ശേഷം ഇവർ അറിയിക്കണ്ടേ? ചടങ്ങുകൾ നടത്തുന്നതിന് മുമ്പ് സഹോദരിയെങ്കിലും അറിയിക്കണ്ടേ? ഏറ്റവും കുറഞ്ഞത് അത് അറിയിച്ചല്ലോ. നമ്മൾ അവർ കാണാനുള്ള അനുമതി കൊടുത്തോ? അതെങ്ങനെ? അതാണ് പറഞ്ഞു വരുന്നത്. ഈ സമാധി അതാണ് പറഞ്ഞത്. സമാധി എന്ന് പറയുന്നത് ഏകാഗ്രതയിലോട്ട് പോകുന്ന ഒരു ധ്യാന കർമ്മമാണ്. ആ ധ്യാന കർമ്മം ചെയ്യുന്ന സമയത്ത് ആരെയും വിളിച്ച് ശല്യപ്പെടുത്താൻ പാടില്ലെന്നുള്ള ഒറ്റ ഉദ്ദേശത്തിലാണ്. എങ്കിൽ അച്ഛൻ്റെ ധ്യാനം ആ സമാധി മുഹൂർത്തത്തിൽ നടക്കൂല. ചിലപ്പോൾ തെറ്റുണ്ടാവും. ഓരോരുത്തരും ഓരോ രീതി അഭിപ്രായങ്ങൾ പറഞ്ഞാൽ പിന്നെ അച്ഛൻ്റെ ആ സമാധിക്ക് ഭംഗം വരും. ഇപ്പം സമാധി സ്ഥലത്ത് നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇനി സമാധി സ്ഥലത്ത് ലിംഗപ്രതിഷ്ഠ ചെയ്യുന്നത് 40 ദിവസം കലശ പൂജ, ക്ഷേത്രത്തിൻ്റെ കാര്യങ്ങളും ശ്രീകോവിൻ്റെ പൂജാതി കർമ്മങ്ങളൊക്കെ തുടങ്ങി ലിംഗപ്രതിഷ്ഠ ചെയ്യും. ഇതിപ്പം പൊളിച്ച് പരിശോധന നടത്തണം എന്നാണ് പോലീസ് പറയുന്നത്. നടക്കൂല. അത് എന്തായിരുന്നാലും അത് സമാധി പവിത്രമായിട്ടുള്ള ഈ ക്ഷേത്രത്തിൻ്റെ പവിത്രതയും സമാധിയുടെ പവിത്രതയും ഒക്കെ കളങ്കപ്പെടും. അങ്ങനെ ഹിന്ദു എന്ന് പറഞ്ഞാൽ സന്യാസി ശ്രേഷ്ഠന്മാർ ഒരുപാടുണ്ട്. അല്ല, നിങ്ങൾ പറഞ്ഞു വരുന്നത് പൊളിക്കാൻ അനുവദിക്കില്ല എന്നാ? തീർച്ചയായിട്ടും. അതായത് ഒരുപാട് സന്യാസി സമൂഹങ്ങളുണ്ട്. ഈ സമാധിയുമായിട്ട് എന്ന് പറഞ്ഞാൽ ഈ സന്യാസിമാരെല്ലാം സംസ്കൃത ശ്ലോകങ്ങളെല്ലാം ചൊല്ലി ഇങ്ങനെ ഇതെല്ലാം ഈ ലൈവായിട്ട് കേട്ടോണ്ടിരിക്കുന്ന സംഭവമാണ്. അവർക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. ഈ സമാധി എന്താണെന്നും ഏതാണെന്നും ഏത് തരത്തിലാണെന്നും എല്ലാം അറിയാം അവർക്ക്. തീർച്ചയായും പല തരത്തിലുള്ള ദുരൂഹത വരുമ്പം പോസ്റ്റ്മോർട്ടം ചെയ്ത് അത് അങ്ങനെ ഒരു സമാധി ആയിരിക്കുന്ന ഇത്രയും പവിത്രമായിട്ടിരിക്കുന്ന ഒരാളെ പോസ്റ്റ്മോർട്ടം എങ്ങനെ ചെയ്യും? ഇത്രയും ശക്തി ചൈതന്യമായിട്ടിരിക്കുന്ന യോഗീശ്വരനായിരിക്കുന്ന ആ ഒരാൾ എങ്ങനെ പോസ്റ്റ്മോർട്ടം ചെയ്യും? അത് എന്തോന്ന് ഹിന്ദുക്കളെ ഒരുമാതിരി വലിച്ചു കീറും പോലെ അല്ലേ? അത് ഹിന്ദു ധർമ്മത്തെ തന്നെ വലിച്ചു കീറും പോലെ. ഹിന്ദു ധർമ്മം ഇല്ലേ ഇവിടെ? ഹിന്ദു ധർമ്മത്തെ വലിച്ചു കീറും പോലെ അല്ലേ? അങ്ങനെയൊക്കെ ചെയ്യാമോ? ഒരു സമാധി ആയിരിക്കുന്ന ഒരാളെ പോസ്റ്റ്മോർട്ടം ചെയ്ത് ഒരാൾ മരിച്ചെങ്കിൽ അയാൾ മരിച്ചെന്ന് നിങ്ങൾ ചുമ്മാ ആവശ്യമില്ലാതെ പറയരുത്. മരിച്ചിട്ടില്ല സമാധി. ഓക്കെ അങ്ങനെ സംസാരിക്കണം. സമാധിയായ ഒരാൾ അയാൾ സമാധിയായെന്ന് തീരുമാനിക്കേണ്ട, ജീവൻ പോയി എന്ന് തീരുമാനിക്കേണ്ട ഡോക്ടറല്ലേ? ഒരിക്കലും ഡോക്ടർക്കൊന്നും തൊടാൻ പാടില്ല. അതൊന്നും ആ ഡോക്ടർ വന്ന് ഒരിക്കലും അത് ആ സമാധിയിൽ തൊട്ട് കളങ്കപ്പെടുത്താൻ പാടില്ല. സമാധിയുടെ നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് ഇന്ന് ഈ അറ പൊളിക്കാനുള്ള അനുമതി കളക്ടർ കൊടുക്കുകയും, അതായത് പിന്നെ ഒരു കാരണവശാലും എൻ്റെ പ്രാണൻ നഷ്ടപ്പെട്ടിരുന്നാലും അത് സമ്മതിക്കത്തില്ല. എൻ്റെ പ്രാണൻ നഷ്ടപ്പെട്ടിരുന്ന, അതായത് ഞാൻ ആത്മാഹുതി ചെയ്തിരുന്നാലും ശരിയാണ്, ഇതിനെ പൊളിക്കാൻ സമ്മതിക്കത്തില്ല. മനസ്സിലായില്ലേ? എൻ്റെ പ്രാണനെ ഞാൻ ആത്മാഹുതി ചെയ്തു. ഞാൻ എന്ന് പറഞ്ഞാൽ ആ സമയത്ത് എൻ്റെ ആ സമാധിയുടെ ആ സമയത്ത് ഞാൻ മാത്രമാണ് ഉണ്ടായിരുന്നത്. അച്ഛൻ ലയിക്കുന്ന ആ ബ്രഹ്മത്തിലേക്ക് ലയിക്കുന്ന സമയത്ത് ഞാൻ മാത്രം ഉണ്ടായിരുന്നത്. ആ സമയത്ത് ഒരിക്കലും പൊളിക്കാൻ സമയത്തില്ല. ഞാൻ എൻ്റെ പ്രാണനെ ആ സമയത്ത് ആത്മാഹുതി ചെയ്യും. പല സംശയങ്ങൾ ഉയരുമ്പോൾ ആ സംശയം ദൂരീകരിക്കാൻ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. ഈ നാടിനെ, ഈ ക്ഷേത്രത്തിനെ കളങ്കപ്പെടുത്തി ഈ സമാധാനത്തിന് നമ്മുടെ മാനസികമായിട്ടും നമ്മളെ ശാരീരികമായിട്ട് ഉപദ്രവിച്ച നാട്ടുകാരുടെ നാമങ്ങൾ എഴുതി വെച്ചിട്ട് തന്നെയായിരിക്കും ഞാൻ ആത്മാഹുതി ചെയ്യാൻ പോണത്. മനസ്സിലായില്ലേ?
അതുകൊണ്ട് എനിക്ക് കോടതിയിലോ ഒരിടോ എനിക്ക് പോകേണ്ട കാര്യമൊന്നുമില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ആരെല്ലാമാണോ ഈ പരാതി കൊടുത്തിട്ടുണ്ട്, എല്ലാ തരത്തിലും പരാതി കൊടുത്തിട്ടുണ്ട്. ആ പരാതി കൊടുത്തിട്ടുള്ളവരും ഇവിടെ വന്ന് ബഹളം ഉണ്ടാക്കിയവർ എല്ലാവരുടെയും നാമങ്ങൾ ഞാൻ എഴുതി വച്ചിട്ട് തന്നെ തീർച്ചയായിട്ടും ആത്മാഹുതി ചെയ്യും. ഒരു മാറ്റമല്ല അത്. പോലീസിൻ്റെയും ജില്ലാ ഭരണകൂടത്തിൻ്റെയും കല്ലറ പൊളിക്കാനുള്ള നടപടിക്രമങ്ങൾ അത്ര എളുപ്പത്തിലാവില്ല. ചില എതിർപ്പുകൾ മക്കളിൽ നിന്ന് ഉയരും എന്നാണ് മനസ്സിലാക്കേണ്ടത്. വീഡിയോ ജേർണലിസ്റ്റ് ശിവപ്രസാദിനൊപ്പം റഹീസ് റഷീദ്, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.